വീട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും അറിയണ്ടായിരുന്നു. ഉമ്മ വരുന്നോണ്ട് എല്ലാം മടക്കി വയ്ക്കും. ഇത് അലക്കിയിട്ട് വന്നിട്ട് മടക്കി നാട് നോർക്കാൻ പോലും പറ്റത്തില്ല. ഇത് നാളെ അയൺ ചെയ്യേണ്ടതാ. ഷെമി ജോലിയില്ല? അല്ലേക്കാ തുണികളൊക്കെ മടക്കി വെക്കുമായിരുന്നു. വീട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും ഞാൻ അറിയണ്ടല്ലോ. ഇതിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം അലക്കല്, അയൺ ചെയ്യല്, മടക്കി വെപ്പ്, ഒരു ജോലി തന്നെ. അതെല്ലാം പെണ്ണുങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള പണിയല്ലേ അതൊക്കെ. പിന്നെ എനിക്ക് നിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കുറേ ദിവസം കൊണ്ടേ പറയണമെന്ന് വിചാരിക്കുക. എന്താ ഷെമി, നിനക്ക് നാളെയല്ലേ ശമ്പളം കിട്ടുന്ന ദിവസം? അതേക്കാ. പിന്നെ ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്താ? ഇവിടെ ശമ്പളം കിട്ടുമ്പോൾ എല്ലാവരും വാപ്പാടുത്താണ് കൊണ്ട് കൊടുക്കുന്നത്. വാപ്പായാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇവിടുത്തെ സകലമാന കാര്യം വാപ്പായാണ് നോക്കുന്നത്. അപ്പോൾ നീ നാളെ ശമ്പളം കിട്ടുമ്പോൾ വാപ്പാടുത്തുണ്ടാകും കൊടുക്കണം. എൻ്റെ ശമ്പളമൊക്കെ അത് മൊത്തം കൊടുക്കാൻ പറ്റത്തില്ലക്കാ. അതെന്ത്? അതെന്ന് പറഞ്ഞാലേ എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതായത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ലോണൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മുടെ വീട് വെച്ചിട്ടാണ് ലോൺ എടുത്താണ് എന്നെ വാപ്പ പഠിപ്പിച്ചത്. അപ്പം ജോലി കിട്ടിയപ്പോൾ തൊട്ടാണ് ഞാൻ അത് അടച്ചു തുടങ്ങിയത്. അപ്പം ആ ഒരു ലോൺ അടയ്ക്കണം കുറച്ച് പൈസ. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഫീസ് ഞാനാണ് കൊടുക്കുന്നത്, അത് കൊടുക്കണം. പിന്നെ എൻ്റെ വാപ്പായ്ക്ക് സുഖമില്ലാത്തതല്ലേ, മരുന്നൊക്കെ വാങ്ങാനുള്ളൊരു തുകയും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അതിത്ര എനിക്ക് വേണക്കാ. അതൊന്നും ഇവിടെ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയൊക്കാ? അതൊക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു. നീ ഞാൻ പറയുന്നതാണോ കേൾക്കണം. നാളെ ശമ്പളം കിട്ടിയ ഉടനെ വാപ്പാടുത്ത പൈസ കൊണ്ട് കൊടുക്കണം. ഇക്ക അങ്ങനെ പറയല്ലേക്കാ. അതൊക്കെ വാപ്പായെ കൊണ്ട് അത് പറ്റത്തില്ലക്കാ. ആ ലോൺ അടച്ചു എൻ്റെ വാപ്പായെ കൊണ്ട് പറ്റത്തില്ല. അത് എനിക്ക് കൊടുത്തേ പറ്റൂക്കാ. നീ അങ്ങനെ പറയരുത്. നീ പൈസ ഇവിടെ കൊടു. നിന്റെ ജോലിയും ശമ്പളം കണ്ടിട്ടാണ് ഞാൻ നിന്നെ കെട്ടിയത്. അല്ലെ പിന്നെ ഞാൻ നിന്നെ കെട്ടൂലായിരുന്നല്ലോ. പാപ്പാക്ക് പൈസ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ അപ്പൊ പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ നിന്നാ വരായിരുന്ന? എനിക്ക് വാപ്പ പഠിപ്പിച്ചൊരു ജോലി വാങ്ങി തന്നതേ. നീ ഒന്നും പറയണ്ട. പൈസ നാളെ വാപ്പാടുത്ത് കൊടുക്കണം. അല്ലോ എന്താ ചെയ്യും? എൻ്റെ വാപ്പായെ കൊണ്ട് ഇതൊന്നും നടന്നു പോകത്തുമില്ല. ഉമ്മ എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു വാപ്പയുടെ മരുന്നെല്ലാം തീർന്നിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലേ. എന്താ അതിനൊരു പ്രതിവിധി? ഷെമി നീ കിടന്നോ, ഞാൻ എന്താ വരുന്നേ. വാപ്പാടുത്ത് ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. മോനെ പറ. എന്ത്? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ശമ്പളം കിട്ടുകയാണ് ഷെമിക്ക്. പൈസ കൊണ്ടുവരുമ്പോൾ വാപ്പ അങ്ങ് മേടിക്കണം. അതെങ്ങനെ മോനെ ശരിയാവുന്നത്? ഞാൻ അവളോട് പറഞ്ഞേക്കുന്നതേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വാപ്പായാണ് നോക്കുന്നത്. ഇവിടുത്തെ ചിലവും കാര്യങ്ങളും ഞാൻ പോയി ജോലി ചെയ്തുകൊണ്ട് വന്നാലും ഒരു രൂപ കുറയാതെ വാപ്പാടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. വാപ്പ അങ്ങ് മേടിച്ചാൽ മതി. ഞാൻ വാങ്ങാം മോനെ. അത് ശരിയാവൂടാ.
അതൊക്കെ ശരിയാവും വാപ്പ. വാപ്പ അങ്ങനെ ചെയ്താൽ മതി. മോനെ, നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. ഈ മാസമല്ല കൊച്ചി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ? ഇപ്പോഴും വേണോ പാപ്പ? പിന്നെ അവളെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് വാങ്ങിയില്ലെങ്കിലേ അവൾ എല്ലാ മാസവും പിന്നെ അവളെ ഇഷ്ടത്തിനങ്ങ് ചിലവാക്കും. പിന്നെ നമ്മളെ കിട്ടരുത്. നമുക്കൊരു വിലയില്ല. എനിക്കൊരു വിലയില്ലാതാവും പാപ്പ. പാപ്പ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തന്നാൽ മതി. ഈ മോൻ പറയുന്ന കണക്ക്. പാപ്പ, പെണ്ണുങ്ങളെ തന്നിഷ്ടത്തിന് വിടണ്ട. നമുക്കൊരു വിലയും നിലയൊക്കെ വേണ്ടേ? അവൾക്ക് ജോലി ഉണ്ടെന്നുള്ള ആ ഒരു അഹങ്കാരം പിന്നെ കാണിക്കും പാപ്പ. കൊണ്ടുതരുമ്പോൾ വാപ്പ വേണ്ടാന്ന് പറയരുത്, അങ്ങ് വാങ്ങിയാൽ മതി. എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ഓ ശരി. ശരി വാപ്പ. മോളെ, വാപ്പ ജോലി ഇന്ന് കഴിഞ്ഞാ? വാപ്പ ഇന്ന് പുറത്ത് പോയിട്ടാ. ഓ പിന്നെ വാപ്പ, ആ ഇന്ന് എൻ്റെ ശമ്പള ദിവസമായിരുന്നു കേട്ടാ. മോളെ, എൻ്റെ പൈസ ശമ്പളം. പാപ്പ പുറത്തോട്ട് വിട്ടേ. ഞാൻ വിചാരിച്ച വാപ്പ മൊത്തം വാങ്ങത്തില്ല എന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്താ ചെയ്യും? ഉമ്മ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയും? കുറച്ച് പൈസ മാറ്റിയിട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലേ. ഇക്ക വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ മൊത്തവും കൊടുത്തത്. ഉമ്മ വിളിക്കുമ്പം എൻ്റെ പാപ്പാടെ മരുന്നിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണോ എന്തോ. മരുമോള് കിട്ടിയ ശമ്പളം കൊണ്ട് തന്ന് എന്നാ വെച്ചാരാ? വേണ്ട, അതെ, നമുക്ക് വാങ്ങാൻ അത് അർഹതയുണ്ടോ? അത് അവളുടെ ജോലി ചെയ്ത പൈസയല്ലേ. അതെന്താ അങ്ങനെ പറയുന്നത്? അത് മോനാ പറഞ്ഞത് വാങ്ങാൻ. ഒന്ന് ചിന്തിച്ച് നോക്കേ. മരുമോളുടെ പൈസയല്ലേ, നമുക്ക് വാങ്ങാൻ ഒരു അർഹതയില്ല. നമ്മൾ അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടോ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടോ ഒന്നുമില്ലല്ലോ. അത് നമുക്ക് വാങ്ങിക്കണ്ട. അത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കുക. അതും ശരിയാണ്. അതെ, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്, ഈ പൈസ കൊണ്ടാണ് അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് ശമ്പളമുണ്ട്, മോനിക്കും ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് വാങ്ങിക്കേണ്ട. അത് ആ പെൺകൊച്ചിന് കൊടുത്തേരാം. തിരിച്ചു കൊടുക്കാം. നമ്മുടെ മക്കൾക്ക് ജോലി വാങ്ങിക്കൊടുത്ത് അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ നമുക്കൊന്നും തരാതിരുന്നാൽ നമുക്ക് വിഷമം വരത്തില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കേ. ആണായാലും പെണ്ണായാലും അതിന് അർഹതപ്പെട്ട അവരുടെ മാതാപിതാക്കളാണ്, അവർക്ക് കൊടുക്കട്ടെ. അങ്ങനെ പറഞ്ഞ് തന്നെ കൊടുത്തേരെ. നീ പറഞ്ഞ ശരി തന്നെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലായിരുന്നു. ഇതാ കൊടുക്കാം ഞാൻ. സമാധാനത്തെ വിളിച്ചതിന് ഞാൻ കൊടുത്തേരെ കേട്ടോ. പിന്നെ അവരും അമ്മിൽ അവരുടെ ജീവിതം തുടങ്ങുമ്പം അവരെന്താണെന്ന് വെച്ചാൽ അവരും അമ്മി ചെയ്തോട്ടെ. അപ്പോൾ ഇത് അമ്മക്ക് വാങ്ങിക്കണ്ട. ശരി എന്നാ. കൊടുത്തേരെ. ഞാൻ വന്നിട്ട് ചായ ഇട്ട് തരാം. എന്താ വരുന്നേ? മോളെ, മോളെ, എന്താ അപ്പ വിളിച്ചാ? മോളെ, എന്നാ ഈ പൈസ മോളെ തന്നെ ഇരിക്കട്ടെ. അല്ല അപ്പാ, ഇത് എൻ്റെ പൈസ ശമ്പളം വാപ്പാടെ തരാനൊക്കെ പറഞ്ഞ്. മോളെ ഒരു സന്തോഷത്തിനല്ലേ വാപ്പ മേടിച്ചത്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. പിന്നെ മോൾക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അത് നടക്കട്ടെ. മോളൊരു കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരാളല്ലേ. ഇവിടെ പിന്നെ
പാപ്പാക്ക് ശമ്പളമുണ്ട്, മോന് ശമ്പളമുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ധാരാളം കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കും. മോൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. മോളെ ഇരിക്കട്ടെ, മോളെ ആവശ്യങ്ങളും കാര്യങ്ങളും നടക്കട്ടെ. അത് ഇക്ക പറഞ്ഞ് വാപ്പാടെ തരാൻ. മോള് പൈസ ധാരാളിച്ച് കളയുന്നൊരു മോളല്ല എന്ന് വാപ്പാക്ക് അറിയാം. മോളൊരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നൊരു മോളല്ലേ. അതെല്ലാം എനിക്കറിയാം മോളെ. മോള് ആവശ്യത്തിനെ പൈസ ചിലവാക്കുമെന്നും എല്ലാം വാപ്പാക്ക് അറിയാം. മോളായി തന്നെ അതിരിക്കട്ടെ. വാപ്പ, ഞാൻ എങ്ങനെ വാപ്പയോട് പറയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു വാപ്പ. എന്തായാലും എനിക്ക് സന്തോഷമായി വാപ്പ. എന്നെ കൂടെ മനസ്സിലാക്കുന്ന വീട്ടുകാരാണല്ലോ എനിക്ക് കിട്ടിയത്. അതിവല്ലൊന്നും എനിക്ക് വേണ്ട. മോളെ ഉമ്മായ ഉമ്മ അകത്തുണ്ട്. മോള് ചോറെടുത്ത് വാപ്പാക്കെ. ആ, വയ്ക്കാൻ വരുന്ന വാപ്പ.